നിങ്ങൾ കരുതുന്ന പോലെ ഇന്ന് വിധി ദിനമാണ്, വോട്ടെണ്ണൽ ദിവസം. ഏതാണ്ട് കുറച്ച് മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ ഇന്ത്യ ആര് ഭരിക്കുമെന്നുള്ള ചില സൂചനകൾ വന്നു തുടങ്ങും. നിങ്ങൾക്കറിയുന്നത് പോലെ ഞാനും ആഷ്മിയും എസ് വിജയകുമാറും ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ഈ 8 മണി ആകാൻ വേണ്ടി നിങ്ങളെപ്പോലെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ്. അതുപോലെ ഷിഹാബ് പാലശ്ശേരി പറയുന്നൊരു കാര്യം, നാട്ടിലെ മുഴുവൻ റിസൾട്ടുകളും പുതിയ റിസോർട്ടുകളും പുതിയ മെത്ത വിരിച്ച് പൂളിലെ വെള്ളവും മാറ്റി കാത്തിരിക്കുകയാണ് ഇലക്ഷൻ റിസൾട്ട് വരാൻ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇന്ന് ആളുകൾ വീടുകളിൽ തന്നെ യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ്. നമ്മൾ കുറച്ചുകൂടെ രാഷ്ട്രീയ അവബോധമുള്ള ആൾക്കാരായതുകൊണ്ടാവണം കേരളത്തിലെ ആളുകൾ വളരെ പുലർച്ചെ എഴുന്നേറ്റു. വിദേശ നാടുകൾ, സൗദി അറേബ്യയിൽ നിന്നൊക്കെ ആൾക്കാർ പറയുന്നത് 2:30 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ, അവർ ഈ 5 മണിയുടെ സംപ്രേഷണം കാണാനായിട്ട് കാത്തിരിക്കുക. സത്യത്തിൽ നിങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാര്യം ഞങ്ങൾ ഈ ജോലിയുടെ ഭാഗമാണല്ലോ ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലേ വിജയകുമാർ? നേരിയ ഒരു ഉറക്കക്ഷീണമുണ്ട് വിജയകുമാറിന്. ഞാൻ ഇന്നലെ ഒരു 2 മണിക്കൂർ കഷ്ടിച്ച് ഉറങ്ങിയുള്ള എന്ത് പറ്റിയത്? ഒരുപാട് ചിന്തകൾ അല്ല, രാവിലെ എഴുന്നേക്കേണ്ടതുള്ളത് കൊണ്ട് ആ ഒരു ടെൻഷൻ ഇങ്ങനെ മനസ്സിൽ കിടക്കണം. ചിന്തകൾ വല്ലതും കാട് കയറിയ ഉറങ്ങിപ്പോയ പ്രശ്നമല്ലേ? അല്ല എനിക്ക് 2 EMI ഉള്ള ഓക്കെ. അല്ലെ വിജയകുമാർ എപ്പോഴും ഈ പണക്കൊതിയനാണ്, നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് അതിനെപ്പറ്റി യാതൊരു ആലോചനയില്ലാത്ത 2 പേരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോ ഇനി നമ്മളിനി എങ്ങോട്ട് പോകണം? നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ സ്ക്രീനിന്റെ പ്രത്യേകത പ്രേക്ഷകർ, പുതിയതായി വന്ന പ്രേക്ഷകർക്ക് ഒന്നുകൂടി പറയാം. ഏറ്റവും ആദ്യം ഇന്ത്യയിലെ ലോക്സഭയിൽ 543 സീറ്റുകളിൽ ആരായിരിക്കും? ഇന്ത്യ മുന്നണിയാണോ അതോ ഇനി NDA ആണോ? അപ്പോൾ എത്ര സീറ്റുകൾ അവർക്ക് ലഭിച്ചു എന്നുള്ള സംഭവമാണ് ആദ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ LDF ആണോ UDF ആണോ NDA ആണോ, അവർക്ക് എത്ര സീറ്റുകൾ അവർക്ക് ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എത്ര സീറ്റിലേക്ക് വിജയിച്ചു നിങ്ങൾക്കറിയാം. അതിൻ്റെ താഴെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള യാത്ര, 20 മണ്ഡലങ്ങളിൽ ഒറ്റ സ്ക്രീനിൽ ഒറ്റ ലുക്കിൽ നിങ്ങൾക്ക് കിട്ടും. ലുക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ജയിച്ചവരുടെ പേര് പെട്ടെന്ന് കിട്ടും. ഷെഫീർ മണ്ണാർക്കാട് പറയാണ് 24 വെക്കുന്നവർ ഓളിയം കുറച്ച് വരുന്നുണ്ട്, കുടുംബവഴക്കാന്ന് വിചാരിക്കുന്നു. അത് കറക്റ്റാ. നമ്മളൊക്കെ ഇത്രയും തുടങ്ങിയിട്ടില്ലല്ലോ, നമ്മൾ തുടങ്ങിയില്ല. നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് നടത്തിയുള്ളൂ. അപ്പൊ തുടങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്ത് വെളിയിൽ ചാടും അല്ലേ? ഒരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരാം. ടിവിയുടെ ഓളിയം കുറച്ച് വെച്ചോളൂ അല്ലേ, പൊടിക്കൊന്ന് കുറച്ച് വെച്ചോളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് പാലക്കാട് നമ്മുടെ നിഖിൽ പ്രമേഷ്, നമ്മുടെ ഗായകൻ അല്ലേ? ഓക്കെ, ജൂനിയർ യേശുദാസ് ഫ്രം പാലക്കാട്. ഓക്കെ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. യേശുദാസ് ആരാധകരൊക്കെ എന്നെ വന്ന് ഇങ്ങനെ നിന്നിട്ടില്ല, കാല് വെച്ചിട്ട് പൊങ്ങല് പൊങ്ങി. ജൂനിയർ യേശുദാസ് അതായത് ഡാലത്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് അടിച്ചത്. പോളിംഗ് നടക്കുന്നത് എണ്ണൽ കേന്ദ്രത്തിന് അതിന് മുന്നിൽ തന്നെ ഒരു പോളിംഗ് നടക്കുന്നുണ്ട്. ആദ്യം അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. അതായത് ഇവിടെ ഒരു പോളിംഗ് പുരോഗമിക്കുകയാണ്. അതേസമയം ഇപ്പുറത്തെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഭക്ഷണം കിട്ടി. ഇനിയിപ്പോൾ നേരെ വിശേഷങ്ങളിലേക്ക്. പാലക്കാട് ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം. നമ്മൾ ഇത്തവണ ഏറ്റവും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടന്ന 5 മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊന്നാണ് പാലക്കാട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇടതുമുന്നണിയും UDF-ഉം തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടന്നത്. ഈ 2 സ്ഥാനാർത്ഥികളെയും കാണുമ്പോൾ അവരൊക്കെ പറയുന്നത് 100% വിജയം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം എന്ന് VK ശ്രീകണ്ഠൻ. എന്നാൽ ഇത്തവണ സീറ്റ് തിരിച്ചു പിടിക്കും, അത് അഭിമാന പ്രശ്നമാണ് എന്ന് LDF-ഉം പറയുകയാണ്. സത്യത്തിൽ വലിയ കൺഫ്യൂഷനാണ്. കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിന്റെ സർവേ വന്നതിൽ A വിജയരാഘവൻ LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും VK ശ്രീകണ്ഠൻ പറയുന്നത് 4-ാം തീയതി വരെ അവർ വിജയം ആഘോഷിച്ചോട്ടെ, അതിനുശേഷം ഞങ്ങൾക്കായിരിക്കും ഇവിടെ വിക്ടറി എന്നുള്ളതാണ്, ഞങ്ങളാണ് ആ വിജയം ആഘോഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ വിവരങ്ങളൊക്കെ അറിയാൻ ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. 22,000 പോസ്റ്റൽ വോട്ടുകളുണ്ട്. പോസ്റ്റൽ വോട്ടുകളുടെ സ്ട്രോങ് റൂമാണ് ഇതിനോടകം തന്നെ തുറന്നു കഴിഞ്ഞത്. ഈ EVM-ന്റെ 7:30-ക്കാണ് EVM പുറത്തേക്ക് എടുക്കുക എന്നുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും എല്ലാവരും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഇത്രയും ദിവസം 40-ൽ പരം ദിവസമായി ഈ വിക്ടോറിയ കോളേജിലാണ് ആലത്തൂരിന്റെയും പ്രവചനം 300K വരെ വരും. കുറച്ച് കണ്ടു കളഞ്ഞല്ലോ. 300K ഒന്നല്ലോ, ഒറ്റ പോക്കായിരിക്കും. 8 മണി ആയി കഴിഞ്ഞാലേ നമ്മൾ വള്ളവും ബോട്ടൊന്നും ഇറങ്ങുന്നില്ല അല്ലേ? നമ്മുടെ പ്രേക്ഷകരുടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ വിളിച്ചാ വിളി കേൾക്കും. ജീവനുള്ള പ്രേക്ഷകരാ. യഥാർത്ഥത്തിൽ ഈ മൃതസഞ്ജീവനി കഴിച്ച് എഴുന്നേൽപ്പിക്കേണ്ട പ്രേക്ഷകരും നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മംഗളം ഭവ. അതെ, ട്രോളിംഗ് നിരോധനമൊക്കെ ഒരുപാട് ബോട്ടുകളുണ്ട്. ബോട്ടുകളെല്ലാം അവിടെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോ ഇതിനിടയിൽ വോട്ടെണ്ണലിന് വളരെ കുറച്ച് മിനിറ്റുള്ള, അരമണിക്കൂർ പോലും ഇല്ല, 26 മിനിറ്റേ ബാക്കിയുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വളരെ
നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട. കാരണം എന്താ അറിയോ, നമ്മൾ എന്തായാലും വോട്ട് പെട്ടിയിലായി, ജയം എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞത് എണ്ണുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അനാവശ്യം ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിൽ നിങ്ങൾ ഇരിക്കരുത്. മുറിയും അപ്പൊ നമുക്ക് ഇനി സെബാസ്റ്റ്യൻ പീഡിയക്കൽ പറയാണ് SKN ചാടിച്ചാടി നിൽക്കും, അത് അഭിമാന ചാട്ടമാണ്. എസ് വി ജയകുമാർ ഹാഷ്മി ജനിക്കുന്നതിന് മുമ്പുള്ള ചാട്ടം എന്ന് പറയാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ചാടിയെന്നു. എസ് വി ജയകുമാർ 1964 എന്റെ പ്രായം എത്രയാ ഈ ഞാനതാ ആലോചിച്ചത്. എനിക്ക് മുമ്പ് എന്റെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ 1964 ജനിച്ച വിജയകുമാറിന്റെ കാര്യത്തിൽ അത് ഓക്കെ. അപ്പൊ രണ്ടുപേരും ജനിച്ച കാലത്തിന് മുമ്പേ തന്നെ ഞാൻ ചാടി തുടങ്ങിയതാണ് പറഞ്ഞത്. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം, പത്തനംതിട്ടയിൽ ശ്രീജിത്ത് ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയിൽ മഴയുണ്ടോ? മഴ റിപ്പോർട്ടിംഗ് ആണോ? ഒന്ന് റിലാക്സ്, ചിലപ്പോ ടെൻഷനിലായിരിക്കും. നല്ല അന്തരീക്ഷമാണ്. ഇംഗ്ലീഷ് മനസ്സിലായില്ലെന്ന് ഒരു ടെൻഷനില്ല. എന്തായാലും ഒട്ടു നേരത്തെ പറഞ്ഞ പോലെ പെട്ടിയിലായല്ലോ. ഇതാ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഭക്ഷണം കഴിച്ച് പോവുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കുറച്ച് അധികം ആളുകൾ ഭക്ഷണം കഴിച്ച് മടങ്ങി. ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് കൗണ്ടിംഗ് സെന്റർ ഉള്ളത്. ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം, അതാണ് കൗണ്ടിംഗ് സെന്റർ. എന്തായാലും കൃത്യം 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ അടക്കമുള്ള ആളുകൾ, SP അടക്കമുള്ള ആളുകൾ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാർ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ആദ്യം 7 മണ്ഡലങ്ങൾക്കും 7 മുറികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 14 വോട്ടിംഗ് മെഷീനുകൾ ഓരോ റൗണ്ടിൽ എണ്ണും. അതായത് ഒരുമിച്ചാണ് 8:30 മണിയോടുകൂടി ഈ വോട്ടിംഗ് മെഷീനുകൾ എണ്ണുക. എന്തായാലും ആദ്യ ഫലസൂചന നമ്മൾ കഴിഞ്ഞ തവണ ആദ്യ റൗണ്ട് എണ്ണിത്തീരുമ്പോൾ ആന്റണി എന്ന നിലവിലെ MP-ക്ക്, ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിക്ക് 4888 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ ഒരുപക്ഷെ അതൊരു മാജിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ആയിരിക്കും. എന്തായാലും ത്രികോണ മത്സരം നടന്ന പത്തനംതിട്ടയിൽ വിധി പ്രവചനാതീതമാണെന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാം. അല്പസമയത്തിനകം തന്നെ സ്ട്രോങ് റൂം തുറക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്താണ്. അത് ഈ ബുർഹാൻ ബുർഗു പറയുന്നത് നിങ്ങൾക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു യുവാവും, മനസ്സിലായല്ലോ, ഒരു യുവാവും 2 പ്രായം കൂടിയവരും തമ്മിലുള്ള, അപ്പോ എല്ലാരും ജോലിക്ക് നോക്കുമോ, യുവമാരൊക്കെ ജയിച്ചാൽ നമുക്കൊരു വാരമില്ല എന്ന് പ്രേക്ഷകൻ പറയുന്നുണ്ട്. ജനാധിപത്യ മോശമായി ദിവസം. നമുക്കൊരു കാര്യം ഇടുക്കിയിലേക്ക് ഒന്ന് പോയാലോ. അവിടെ രാഹുൽ വിജയൻ കുറച്ചു നേരമായിട്ട് നിൽക്കുന്നു. രാഹുൽ വിജയൻ, സുപ്രഭാതം. പറയൂ രാഹുൽ വിജയൻ. മലമടക്കുകളിൽ വോട്ടെണ്ണി തുടങ്ങിയോ? മലമടക്കുകളിലൊക്കെ മടങ്ങിത്തരികയാണോ? ഈ സ്ട്രോങ് റൂം സ്ട്രോങ് റൂം എന്തായാലും തുറന്നിട്ടുണ്ട്. ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ പോളിംഗ് ഏജന്റുമാരെല്ലാവരും തന്നെ സജ്ജീകരിച്ച് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയത് ഈ ഹാളിൽ കൗണ്ടിംഗ് സെന്ററിനുള്ളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം കഴിഞ്ഞ തവണത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള വ്യത്യാസം ഇത്തവണ ഈ പോസ്റ്റൽ വോട്ടിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇരു മുന്നണികളുടെയും 3 മുന്നണികളുടെയും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അത്ര ചെറിയ നിസ്സാരമായിട്ടല്ല. കഴിഞ്ഞ തവണത്തെ പോലെ UDFന് വലിയൊരു മെജോറിറ്റി 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ശക്തമായ മത്സരം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് LDFും NDAയും ഒക്കെ പറയുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികളുടെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ജോയ്സ് ജോർജ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം രാവിലെ 6:30 കുർബാന കൂടാൻ വേണ്ടി വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇടുക്കി DC ഓഫീസിലേക്ക്, ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരും. ഡീൻ കുര്യാക്കോസ് നേരെ ഈ കൗണ്ടിംഗ് സെന്ററിലേക്ക് വരും എന്നുള്ളതാണ്, ഈ കൗണ്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല സംഗീത വിശ്വനാഥനുണ്ട്. അത് അവർ ഇന്നലെ തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പൈനാവിലേക്ക്, കൗണ്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു മത്സരം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷം കൂട്ടലും കിഴിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള കണക്കുകൾ ഈ ഇരു മുന്നണികളും യഥാർത്ഥത്തിൽ ഇവിടെ LDFും UDFും തമ്മിലുള്ള മത്സരമാണ് എന്നുള്ളത് കൃത്യമായും അറിയാവുന്നതാണ്. അവർ പലതരത്തിലുള്ള കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2014 ആവർത്തിക്കുമെന്ന് LDF പറയുന്നു. 2019 ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് UDF പറയുന്നു. അങ്ങനെ കണക്കുകൾ നിരത്തിക്കൊണ്ടും അതുപോലെ തന്നെ ആത്മവിശ്വാസം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു കൗണ്ടിംഗ് ഡേ ആണ് ഇടുക്കിയിൽ നടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. നല്ല മഞ്ഞാണ്. പൈനാവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹൈ റേഞ്ചിൻ്റെ തുടക്കം
ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. ആ തണുപ്പൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരും നമ്മുടെ സ്ഥാനാർത്ഥികളും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്പസമയം കഴിയുമ്പോൾ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കൗണ്ടിങ്ങിൻ്റെ ചൂടും കൂടും. അല്പസമയത്തിന് അതിന് വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു. മലമടക്കി മാത്രമല്ല, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും 8 മണിയാകാൻ ഇനി ഇപ്പൊ കൃത്യം മാത്രമാണ് 30 അരമണിക്കൂർ താഴെ മാത്രമാണ് 20 മിനിറ്റ് മാത്രമാണ്. എല്ലാ സ്ഥലങ്ങളിലും വോട്ടെണ്ണലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ആസദ് ഹിമാചലം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഇതുവരെ എവിടെയും വൈകും എന്നുള്ളൊരു സൂചനകളൊന്നുമില്ല. കാര്യങ്ങൾ കൃത്യമായി തന്നെ എല്ലാ സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി 20 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ നിങ്ങളുടെ ശ്രദ്ധ മാജിക് സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. മാജിക് സ്ക്രീനിൽ ഏറ്റവും ടോപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 ഇന്ത്യക്ക് എത്ര മറ്റുള്ളവർക്ക് എത്ര, തൊട്ടുതാഴെ കേരളം UDF എത്ര, LDF എത്ര, NDക്ക് എത്ര, അതിന് തൊട്ടുതാഴെ 20 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ, തൊട്ട് അതർ സൈഡിൽ എന്താണ് ഓരോരോ സംസ്ഥാനം. MV ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള എക്സിറ്റ് പോള് എക്സാറ്റ് പോളല്ല, അത് കോർപ്പറേറ്റ് സ്പോൺസേർഡ് പോളാണ്. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. നമുക്ക് വളരെ വേഗം ചില മണ്ഡലങ്ങളിലൂടെ പോകാം. ആലത്തൂരിൽ ശ്യാംകുമാർ ഉണ്ട്. ശ്യാമ, ആലത്തൂരിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായല്ലോ. പോളിംഗ് കൗണ്ടിംഗ് സെന്ററിലേക്ക്, ടേബിളുകളിലേക്ക് EVM കൊണ്ടുവന്നോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? വിജയകുമാർ, കൗണ്ടിംഗ് സെന്ററുകളിലെ EVM അല്പസമയത്തിനകം ടേബിളുകളിൽ എത്തിക്കും. ആദ്യഘട്ടത്തിൽ ഏതായാലും പോസ്റ്റൽ ബാലറ്റ് ആകും എണ്ണുക. ആ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണിയ അരമണിക്കൂർ ശേഷമായിരിക്കും EVM കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് എത്തുക. ഏതായാലും 8:30യോടുകൂടി ആദ്യ ഫലസൂചനകൾ നമുക്ക് കൃത്യമായി നൽകാൻ സാധിക്കും. പോസ്റ്റൽ ബാലറ്റുകളുടെ ഫലം അതിനു മുൻപ് തന്നെ നൽകാൻ സാധിക്കും. ഏതായാലും UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇവിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലിരുന്നാണ് വോട്ടെണ്ണൽ വീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം, ഏകദേശം 19 മിനിറ്റിനകം തന്നെ ആദ്യ ഫലസൂചനകൾ നൽകാൻ സാധിക്കും. അത് പോസ്റ്റൽ ബാലറ്റിന്റെ ആകും. തൊട്ടു പിന്നാലെ നമുക്ക് ഓരോ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും കൃത്യമായി ആലത്തൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ സാധിക്കും. ഏകദേശം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വലിയ പ്രവർത്തക പങ്കാളിത്തമൊക്കെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് ചുറ്റും എത്തിയിട്ടുണ്ട്. അകത്തേക്ക് നേതാക്കളടക്കം എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ, ആലത്തൂരിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന ആലത്തൂരിലെ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല കടുത്ത ഭാഷയിൽ എഴുതി തുടങ്ങി. സന്തോഷ് കുമാർ പറയാണ്, രാവിലെ മുതൽ ഫലം അറിഞ്ഞു തുടങ്ങും, ഉച്ചയോടെ ഫലം പൂർത്തിയാകും, നാളെ മുതൽ അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങും. കാര്യം കിടിലൻ അഭിപ്രായങ്ങളൊക്കെയാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ എല്ലാം വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചു നോക്കുന്നുണ്ട്. അതിന്റെ സാരാംശം, അതിന്റെ ആത്മാംശം ഒക്കെ നമ്മൾ 3 പേരും ഉൾക്കൊണ്ടാൽ മാത്രമല്ല നമ്മുടെ മുഖത്തറിയുകയും ചെയ്യാം. അപ്പൊ നമുക്കിനി സന്തോഷ് ഈ ദിവസം ഒരു 24-ന് മുന്നിൽ ഇരിക്കണം എന്നാണ് ആഗ്രഹം. എന്ത് ചെയ്യാനാ? എന്റെ മാനേജർ സമ്മതിക്കുന്നില്ല. ഒന്ന് റിക്വസ്റ്റ് ചെയ്യാമോ പ്ലീസ് എന്ന്. സന്തോഷിന്റെ മാനേജർ സമ്മതിക്കുന്നില്ല. എന്റെ മാനേജരെ നിങ്ങൾ അവസരത്തെ തൊയരൂ. ആളുകളെ ഇന്ന് അനുവദിച്ചേക്കും, ഇന്ന് തുറന്നു വിടൂ ആളുകളെ. കാര്യം അറിയോ, ഇന്ന് അല്ലേ? അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അടുത്ത 5 കൊല്ലം നമ്മുടെ തലവര എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഫ്രീഡം കൊടുക്കൂ, അല്ലേ? അതല്ലേ കൊടുക്കാൻ പറ്റൂ. ഇന്ന് കൊടുത്തേ മതി. കാര്യം ഇന്ന് ഈ രാജ്യത്തെ തലവരിയാണ്. ഈ രാജ്യത്തെ മാനേജരെ നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ, പ്ലീസ് കൊടുക്കൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ട് പോകും? വയനാട്ടിന്റെ സൗന്ദര്യം മലമടക്കുകളിൽ അല്ലേ? മലമടക്കുകളിലെ നെഞ്ചിടിപ്പ് കൂടിയോ? എന്താണ് ഈ വയനാടിന്റെ ഹൃദയഭൂമിയിൽ നിൽക്കുമ്പോ തോന്നുന്നത്? പറയൂ സുർജിത്ത്, പറയൂ. SKN വിജയകുമാർ ഹാഷ്മി, എന്തായാലും വയനാട്ടിൽ വോട്ടെണ്ണലിന്റെ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് WMO കോളേജിലാണ്. ഇവിടെയാണ് കേന്ദ്രീകരിച്ച ഉള്ള ഫലം പ്രഖ്യാപിക്കുന്നത്. ഇവിടെയാണ് മറ്റ് 2 കേന്ദ്രങ്ങളിലും വോട്ടെണ്ണലുണ്ട്. WMO കോളേജിൽ മാത്രമല്ല, അൽഫോൺസോ കോളേജ് താമരശ്ശേരി, തിരുവമ്പാടി മണ്ഡലം എണ്ണുന്നത് അവിടെയാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാടും വണ്ടൂരും നിലമ്പൂരും ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ എണ്ണുന്നത് മാർത്തോമ കോളേജിലാണ്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. സ്ട്രോങ് റൂമിൽ നിന്ന് ഇപ്പോൾ ഘട്ടം ഘട്ടമായി ഈ EVM അതോടൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെ മാറ്റുകയാണ്. ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് 4 ഹാളുകളിൽ 24 ടേബിളുകളിലായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നത്. സ്ഥാനാർത്ഥി ആനി രാജ, LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്താകും തെരഞ്ഞെടുപ്പ് ഫലം. അത് രാഹുൽ ഗാന്ധിക്ക് വിജയസാധ്യത എന്നുള്ള തരത്തിൽ തന്നെയാണ്. UDF പരമ്പരാഗത മണ്ഡലമാണ്. സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ അത്ര ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഇപ്പോൾ നിലവിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വയനാട്ടുകാർ ഏറ്റവും സാഗൂതം വീക്ഷിക്കുന്ന ഒരു 1 ലക്ഷം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു.
കണ്ടുകൊണ്ടിരിക്കുന്നത്. കള്ളമില്ല, കപടമില്ല, മന്ത്രമില്ല, മായമില്ല, വഞ്ചനയില്ല, വഞ്ചനയില്ല, വള്ളമില്ല, കപ്പലില്ല. 1 ലക്ഷം ജീവനുള്ള പ്രേക്ഷകർ. ഒരു പക്ഷേ വിളിച്ചാൽ വിളിക്കാൻ ഈ പ്രേക്ഷകർ വിളിപ്പുറത്തുണ്ട്. അതെ, പ്രതികരണശേഷിയുള്ള 1 ലക്ഷം പ്രേക്ഷകരെ കൊണ്ട് വഞ്ചനയില്ല, വള്ളമില്ല, വഞ്ചനയില്ല, വള്ളമില്ല. അപ്പൊ ടിവിയുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ വിചാരിക്കും ഞങ്ങളെ നിങ്ങൾ കാണാതെ അല്ലല്ല, ഇത് നമ്മൾ യൂട്യൂബ് മാത്രമാണ് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ഇരുന്ന് അതായത് നമ്മുടെ ടെലിവിഷൻ റേറ്റിംഗ് ചലിപ്പിക്കുന്ന, ബാർക്ക് റേറ്റിംഗ് ചലിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പൊ തത്സമയം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ചില പ്രേക്ഷകർ അവരുടെ ചളി അടിക്കാന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീഡം തന്നേ പറ്റൂ. നമുക്ക് നാളെ നമുക്ക് മോർണിംഗ് ഷോ ചെയ്യുമ്പോൾ പറയാം അല്ലേ, സർവ്വ അപരാധവും അവിടെ ഏറ്റു പറയാം. അതുപോലെ അവിടെ ഈ നവാസ് ഖാൻ ഷാബ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഈ ഷാബ നമ്മുടെ പഴയ ഷാബ 7ൽ പഠിക്കുന്ന മകനെ ഇന്ന് സ്കൂളിൽ പോലും പോകാതെ 24ന്റെ മുന്നിൽ ഇരിക്കുന്നു. ഞാൻ അവന് ഫുൾ ഫ്രീഡം കൊടുത്തു. യു ആർ റിയലി ദ ഫാദർ. നിങ്ങളാണ് യഥാർത്ഥ. അറ്റൻഡൻസ് ഒരെണ്ണം കുറഞ്ഞ എക്സാം എഴുതാൻ അവസാനം അതല്ല, നിങ്ങൾ ഒരു അഭിമാനമുള്ള അല്ലേ, ഞങ്ങളും അഭിമാനിക്കുന്ന ഒരു പിതാവാണ്. കീപ് ഇറ്റ് അപ്പ്. 15 മിനിറ്റേ ഉള്ളൂ. 7:45 സമയം. വോട്ടെണ്ണലിന് 15 മിനിറ്റേ ഉള്ളൂ. 15 മിനിറ്റ് നമ്മളൊന്നുകൂടെ റെഡിയാണ്. വി ആർ ഗെറ്റിംഗ് റെഡി. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 15 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. അടുത്ത 5 കൊല്ലം ഇന്ത്യയുടെ ഭാഗത്തെയും ആരുടെ കൈകളിലാണ് എന്നറിയുന്ന അപൂർവ നിമിഷത്തിലേക്ക് നമ്മൾ കിടക്കും. 8:30 ആകുമ്പോൾ ആദ്യ ഫല സൂചനകൾ വന്ന് തുടങ്ങും. 8:15. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.